ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും തയ്യാറാക്കിയത് ഷെവലിയാർ കെഒ മാത്യു കോങ്കര. ചാപ്റ്റർ 1 ക്ലാസ് 4 ആരാണ് വേദവിപരീതികൾ, ശീശ്മകൾ എന്നിവർ? വിശുദ്ധ സഭയിൽ എങ്ങനെയാണ് ഇവർ ഉണ്ടാകുന്നത്? കാനോനികമായി അവരെ എങ്ങനെ കാണുന്നു? ശ്ലൈഹിക സത്യവിശ്വാസത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ആ പ്രവൃത്തി കൊണ്ടുതന്നെ അങ്ങനെയുള്ളവർ സഭയ്ക്ക് ഇതരന്മാരായി തീർന്നു പോകുന്നു. എന്തെന്നാൽ പരിശുദ്ധ റൂഹായോടത്രേ അവർ എതിർക്കുന്നത്. അപ്പോൾ മുതൽ അവർ സഭയ്ക്ക് മൃതരാണ്. സഭയുടെ ജീവൻ പരിശുദ്ധ റൂഹായാണ്. സഭയെ നയിക്കുന്നത് വിശുദ്ധ റൂഹായാണ്. പരിശുദ്ധ റൂഹായുടെ വ്യാപാരത്താൽ നിർമ്മിതങ്ങളായ വേദസത്യങ്ങളെ, വിശ്വാസസത്യങ്ങളെ ഒരുവനോ ഒരു സമൂഹമോ വ്യത്യാസപ്പെടുത്തുമ്പോൾ അത് മഹാപാപമായി ഇഹത്തിലും പരത്തിലും മോചനമില്ലാത്ത പാപമായി തീരുന്നു. ഇപ്രകാരം വിശ്വാസ വ്യത്യാസങ്ങൾ വരുത്തുന്നവരെ വേദവിപരീതികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഏകവിശുദ്ധ സഭയിൽ നിന്ന് വേർപെട്ടു നിന്നുകൊണ്ട് ഏകസഭയുടെ തലവനെ അനുസരിക്കാതിരിക്കുമ്പോൾ അവരെ ശീശ്മക്കാർ അഥവാ സ്റ്റിസ്മേരിക്സ് എന്ന് വിളിക്കുന്നു. വേദവിപരീതികളുടെ നിലയാകട്ടെ ശീശ്മക്കാരുടെ നിലയാകട്ടെ ദൈവഹിതത്തിന് യോജിച്ചതല്ല. തന്റെ സഭ എന്നേക്കും ഏകമായിരിക്കണമെന്ന് താൻ ഇച്ഛിക്കുന്നു. എന്നാൽ സ്വാർത്ഥത, ലോക ബഹുമാനാകാംക്ഷ മുതലായവയാൽ സഭയിൽ പിളർപ്പുണ്ടാക്കുകയും അങ്ങനെ കാലക്രമത്തിൽ വേദവിപരീതമുദ്ഭവിപ്പിക്കുകയും ചെയ്യുന്നവർ മിശിഹായുടെ ഏകശരീരത്തെ മുറിക്കുന്നവരാണ്. ശീശ്മ വേദവിപരീതത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുന്ന പാതയാകുന്നു. ഏകസഭയുടെ സത്യ അംഗങ്ങൾ ഏകമായ സത്യവിശ്വാസത്തിനു വേണ്ടി ആത്മീയമായി പോരാടുമ്പോൾ അവർ മിശിഹായ്ക്കു വേണ്ടി മരിക്കുവാനും തയ്യാറാകുന്നു. അതുകൊണ്ടാണ് നാം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിനു മുമ്പായി പാടുന്നത്. മരത്തിന്മേൽ തൂക്കപ്പെട്ട് കുന്തത്താൽ തിരുവിലാവ് തുറക്കപ്പെട്ട് രക്തവും വെള്ളവും ഒഴുകിയ നിലയിൽ മിശിഹായെ കണ്ട സഹദേന്മാർ മിശിഹായ്ക്കു വേണ്ടി മരിപ്പാനായി ഓടിച്ചെന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് മശിഹായും സഭയും ഒന്നാകയാൽ മിശിഹായാകുന്ന സഭ പീഡിപ്പിക്കപ്പെട്ട് നൊമ്പരപ്പെട്ടപ്പോൾ അതിനുവേണ്ടി ക്രിസ്തുവാകുന്ന സഭയ്ക്കുവേണ്ടി ജീവൻ നൽകുവാൻ സഹദേന്മാർ ഓടിച്ചെന്നു എന്നാണ്. അങ്ങനെ ആദ്യ നൂറ്റാണ്ടുകളിൽ പതിനായിരക്കണക്കിന് വിശുദ്ധർ തങ്ങളുടെ ജീവനെ കർത്താവിന്റെ സഭയാകുന്ന ശരീരമാകുന്ന പരിശുദ്ധ അന്ത്യോക്യ സഭയ്ക്കു നൽകി. വിശുദ്ധ പത്രോസ് ശ്ലീഹ, പൗലോസ് ശ്ലീഹ ഉൾപ്പെടെയുള്ള ശ്ലീഹന്മാർ, മോർ ഇഗ്നാത്തിയോസ് നൂറോനോ, വിശുദ്ധ ക്ലീമീസ്, വിശുദ്ധ പോളികാർപ്പ്, വിശുദ്ധ ഗീവർഗീസ് സഹദ, അന്ത്യോക്യ സിംഹാസനാധിപന്മാരായ പരിശുദ്ധ പാത്രിയർക്കീസന്മാർ തുടങ്ങി തുബ്ദേനിൽ നാം ഓർക്കുന്നവരുൾപ്പെടെ സഭയുടെ പതിനായിരക്കണക്കിന് വിശുദ്ധരും സഭാംഗങ്ങളും AD 325 വരെ സഭയ്ക്കുവേണ്ടി തങ്ങളുടെ ജീവന് നൽകി. അത് പിന്നെയും തുടർന്നു. അവയെല്ലാം തന്നെ ക്രിസ്തുവിനു വേണ്ടി തന്റെ ശരീരമാകുന്ന ഏകസഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. അത് വളരെ വലിയ സന്തോഷത്തോടെയാണവർ നിർവഹിച്ചത്. ഈ ആത്മീയ യുദ്ധം ഇന്നും തുടരുന്നു. ലക്ഷക്കണക്കിന് വിശുദ്ധരുടെ രക്തത്താൽ സഭ തഴച്ചുവളരുകയും ചെയ്യുന്നു. ലോകത്തിന്റെ അന്ത്യം വരെ തന്റെ മണവാട്ടി സഭയ്ക്ക് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലീത്തായും അന്ത്യോക്യ പാത്രിയർക്കീസായിരുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാക്ക പാത്രിയർക്കീസ്, ബാവ തിരുമനസിന്റെ സെക്രട്ടറിയുമായിരുന്ന അഭിവന്ദ്യ മാത്യൂസ് മോർ തീമോത്തിയോസ് തിരുമനസുകൊണ്ട് വിശുദ്ധ സഭയ്ക്കു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുന്നതിൽ കൂടെ ലഭിക്കുന്ന ആത്മനിവൃത്തി, ആത്മീയാനന്ദം എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നത് കേൾക്കുക. മൂസൽ എന്ന് പറയുന്ന പട്ടണം ഇറാഖിൻ്റെ തലസ്ഥാനമാണ് മൂസൽ. മൂസലിന് അടുത്തായിട്ട് ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഈ അച്ഛനെ, പൗലൂസ് എന്നാണ് കൊറപ്പിസ്കോപ്പ അച്ഛനാണ്. അച്ഛൻ മാരീഡാണ്, കുട്ടികളുമുണ്ട്. അതുപോലെ തന്നെ ജോസഫ് അൽബൻ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടച്ഛന്മാർ ചേർന്ന് ഒരു പള്ളി നടത്തുക, രണ്ടച്ഛന്മാർ ചേർന്ന് നമ്മുടെ ഒരു പള്ളി നടത്തുകയാണ്. അപ്പം ഈ പൗലോസച്ചനാണ് വികാരി. അപ്പം അവിടെ ഒരു പ്രകോപനം ഉണ്ടായ സമയത്ത് അവിടെയുള്ള ഭീകരന്മാരെല്ലാം കൂടെ തീരുമാനിക്കുകയാണ്, ഈ പള്ളിയിലെ എല്ലാ ക്രിസ്ത്യാനികളെ നമുക്ക് കൊല്ലാം. ആ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയേ ഉള്ളൂ, ആ പള്ളിയിൽ എല്ലാവരെയും കൊല്ലാമെന്നാണ് ആദ്യം അവർ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, എല്ലാവരെയും കൊല്ലണ്ട, എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരാളെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പൗലോസ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പൗലോസ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ പറയുന്നതാണ്, അവർ നമ്മളെ പിടിച്ചുകൊണ്ട് പോയി ആദ്യം പറയുന്നത് യേശു ക്രിസ്തുവിനെ തള്ളി പറയാൻ അവർ ആദ്യം പറയുന്നത്. അതായത് അച്ഛൻ, വളരെ ധീരനായ അച്ഛൻ പറഞ്ഞു,
ഞാൻ യേശുക്രിസ്തുവിനെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ പ്രയോഗിച്ചൊരു തന്ത്രമാണ്, അച്ഛൻ്റെ മൊബൈലിൽ നിന്ന് അച്ഛൻ്റെ വൈഫിനെ വിളിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ ഹസ്ബൻഡിനോട് പറയുക യേശുവിനെ തള്ളി പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾ അവനെ കൊല്ലാൻ പോവാണ്. അപ്പോഴാ അമ്മായിയുടെ വൈഫിൻ്റെ ആ ധീരതയാണ്, യേശുക്രിസ്തുവിന് വേണ്ടി ഉള്ള ആ തീഷ്ണതയാണ്. അമ്മായി പറയാണ്, എൻ്റെ ഹസ്ബൻഡ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിൽ ഭേദം അദ്ദേഹം മരിക്കുന്നതാണെന്ന് പറഞ്ഞു. ആ നിമിഷം അച്ഛൻ്റെ തലവെട്ടി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇവിടെയൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണത്. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറായിട്ടുള്ള, ജീവൻ പോയാലും യേശുക്രിസ്തുവിനെ തള്ളിപ്പറയില്ല. ഇനി എൻ്റെ ഹസ്ബൻഡ് മരിച്ചാലും മക്കൾ മരിച്ചാലും അമ്മ മരിച്ചാലും കൊള്ളാം, യേശുക്രിസ്തുവിനെ തള്ളിപ്പറയില്ല എന്നുള്ള ആ ഒരു ധൈര്യം, ആ ഒരു വിശ്വാസം, അതാണ് സത്യവിശ്വാസം. ശരിക്കും പറയാം രക്തസാക്ഷിത്വത്തിലേക്കുള്ള, അവിടെ ആരോട് ചോദിച്ചാലും അവരൊക്കെ പറയും ഞങ്ങൾ ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു അത്ഭുതമായിരിക്കും, പക്ഷേ ആരും സിറിയ താമസിക്കുന്ന എല്ലാവരും റെഡിയാണ്, രക്തസാക്ഷിത്വം റെഡി. കാരണം എപ്പോൾ വേണേലും നമ്മളെ തട്ടിക്കൊണ്ട് പോകപ്പെടാം, എപ്പോൾ വേണേലും നമ്മൾ മരിക്കാം, എപ്പോൾ വേണേലും എന്തും വേണം സംഭവിക്കാം. ഹോംസിലൊക്കെ തകർന്ന് കിടക്കുക അവിടെയൊക്കെ. അതുപോലെ തന്നെ ഹോംസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വിധവയായ സ്ത്രീയെ പരിചയപ്പെട്ടു. അവിടുത്തെ മെത്രാപ്പോലീത്ത തിരുമനസ് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഇവരുടെ പേര് മറിയം എന്നാണ്. അപ്പം ഈ ഹോംസിലെ ആദ്യത്തെ രക്തസാക്ഷിയായ ജോർജിൻ്റെ വൈഫാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെ നോക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ തേങ്ങലാണ് അവർ. പക്ഷെ പുള്ളിക്കാരി അവരുടെ മനസ്സിൽ അവർക്ക് ആ തേങ്ങലല്ല, അവരുടെ പ്രകാശിക്കുന്ന ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രത്യാശയാണ്. എൻ്റെ ഹസ്ബൻഡ് സ്വർഗത്തിലാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവരത് വളരെ വിശ്വാസത്തോടെ അവർ പറയുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, അവരെ വളർത്തിയെടുക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വേറെ അതാണ് പ്രകാശം. വിശ്വാസ തീഷ്ണതയാണത്. സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും തീഷ്ണത വരുന്നത്. അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ എന്ന് പറഞ്ഞാൽ പീഡനങ്ങൾ എവിടെയുണ്ടോ അവിടെ സഭ വളരും. അതായത് രക്തസാക്ഷികളുടെ രക്തം അത് സഭയുടെ വളർച്ചയ്ക്ക് ഉപകരിക്കും. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഇന്ന് സിറിയയിൽ എത്രയോ പേര് രക്തസാക്ഷികളാകുന്നു. അതിൻ്റെ എല്ലാം ഫലം ഈ മലങ്കരയിൽ എവിടെ ലോകം മുഴുവനും ഉണ്ടാകും. അനേകം ആത്മാക്കൾ അതുവഴി രക്ഷപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ അന്ത്യോക്യ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ധീരമായ വിശ്വാസത്തെക്കുറിച്ച് ബാംഗ്ലൂരിലെ മെത്രാപ്പോലീത്തയും തമിഴ്നാട്ടിലെ മൈലാപ്പൂരിലെ പള്ളികളുടെയും UAE-യിലെ നമ്മളുടെ പള്ളികളുടെയും ആത്മീയ തലവനും അഭിവന്ദ്യ ആസക് മോർ ഒസ്താത്തിയോസ് തിരുമനസിന്റെ ലഘുപ്രഭാഷണം നമുക്ക് ശ്രവിക്കാം. നിക്യാ സുന്നഹദോസിൽ പങ്കെടുത്ത പിതാക്കന്മാർക്ക് കൈവിരലുകളോ ശരീരത്തിലെ ചില ഭാഗങ്ങളോ ഒന്നും ഉണ്ടായില്ല. കാരണം അവർ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ്. ചിലരൊക്കെ ഒപ്പിടുവാൻ അവർക്ക് വിരലുകളില്ലാത്തത് കൊണ്ട് രക്തം ശരീരത്തിൽ പൊടിപ്പിച്ച് മുദ്രയായി ചാർത്തി. ആ സഭയുടെ പിൻതലമുറക്കാരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇന്നും വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുന്നത്. വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ കൂട്ടത്തിൻ്റെ കൂടെ ചേർന്ന് പോയിക്കൊണ്ടേനെ. വിശ്വാസമാണ് മനുഷ്യ ജീവിതത്തിൽ ആവശ്യം. പണമല്ല, പ്രതാപമല്ല, സ്ഥാനമാനങ്ങളല്ല. സ്നേഹിക്കപ്പെട്ടവരെ, വിശ്വാസത്തിന് വേണ്ടി പാവപ്പെട്ട ജനം വഴിയോരത്ത് ഷെഡ് കെട്ടി, ടർപ്പ വലിച്ചു കെട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. വിശ്വാസത്തെ ഒരുത്തനും മോഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ബലഹീനായ ഞാനും ഇന്നീ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരും പരിശുദ്ധ തബലീത്ത പലകയിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് ലഭിച്ചതായ വിശുദ്ധ മൂറോനും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട തബലീത്ത പലക അത് കഴുത്തിൽ കെട്ടിത്തൂക്കി വിശുദ്ധ കുർബാന അർപ്പിച്ച പിതാക്കന്മാർ ഈ സഭയിലുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്തെ പ്രതി. വിശ്വാസം ക്ഷയിച്ചു പോയാൽ എല്ലാം തീർന്നു പോകും. നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിൽ വളരുവാൻ നമ്മെ പഠിപ്പിച്ചു. ആ വിശ്വാസത്തിൽ നമ്മൾ ഇന്ന് വളരുകയാണ്. അല്ലാതെ അമ്പരചുംബികളായ സൗധങ്ങൾ കെട്ടിപ്പുടർത്തി അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ എന്നുള്ള വിചാരത്തിലല്ല ഞങ്ങൾ വളരുന്നത്. ഞങ്ങൾ വളരുന്നത് പെരുവഴിയിൽ നിന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാലും വിശുദ്ധ കുർബാന അർപ്പിച്ചാലും ദൈവം കേൾക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയിൽ തന്നെയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, മർത്തുശ്മുനി അമ്മ, ഗുരുവായ ഏലിയാസാർ, 7 മക്കളൊക്കെ പകർന്നു തന്ന വിശ്വാസം, പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പുണ്യപ്പെട്ട പിതാക്കന്മാർ പകർന്നു തന്ന വിശ്വാസം, അത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഇന്നും കെടാവിളക്കായി കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. കാനോനിക നിശ്ചയങ്ങൾ. 1. വിശ്വാസി വേദവിപരീതിയാൽ സംസ്കരിക്കപ്പെടരുത്. അത്യാവശ്യം വരികയും സത്യവിശ്വാസിയായ പട്ടക്കാരൻ ഇല്ലാതെ വരികയും ചെയ്യുന്ന പക്ഷം വിശ്വാസികളാൽ അഥവാ ആത്മായക്കാരാൽ അവൻ സംസ്കരിക്കപ്പെടട്ടെ.
കൂടുതൽ അറിവിനായി ബാർ എബ്രായ നോക്കുക. 2. വേദവിപരീതികളുടെ കുർബാനയിൽ നിന്ന് മരണകരമായ വിഷത്തിൽ നിന്നെന്ന പോലെ ഓടിയൊളിച്ചു കൊള്ളാം. 3. വേദവിപരീതികൾക്കു വേണ്ടി ഓർമ്മ കുർബാന അർപ്പിക്കുവാൻ സത്യവിശ്വാസിയായ പട്ടക്കാരന് ന്യായമില്ല. കൂടുതൽ അറിവിനായി ലീസോസ് നോക്കുക. 4. വേദവിപരീതികളുടെ കബറിങ്കിൽ പ്രാർത്ഥനയ്ക്കോ രോഗശാന്തിക്കോ പോകുവാൻ വിശുദ്ധ സഭയുടെ മക്കൾക്ക് അനുവാദമില്ല. അപ്രകാരം ചെയ്യുന്നവൻ ഒരു നിശ്ചിത കാലത്തേക്ക് വിശുദ്ധ കുർബാന കൊടുത്തുകൂടാ. അവൻ പാപം ചെയ്തുപോയി എന്ന് അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ സ്വീകരിക്കപ്പെടാം. കൂടുതൽ അറിവിനായി ലവദോക്യ 9 നിശ്ചയം നോക്കുക. 5. വേദവിപരീതികളുടെയും ശീഷ്മക്കാരുടെയും പ്രയത്നം മൂലം എത്ര പിളർപ്പുണ്ടായാലും മശിഹായുടെ സഭ എന്നും ഏകമായി സ്ഥിതി ചെയ്യും. എന്നാൽ സഭയുടെ ശിരസ്സാകുന്ന മശിഹ ആഗ്രഹിക്കുന്നത് സത്യവിശ്വാസത്തിൽ അപ്പോസ്തോലികമായ വിശ്വാസവും കൈവപ്പുമുള്ള സഭയിൽ എല്ലാവരും ഒന്നായി നിൽക്കണമെന്നത്രേ. ദൈവകൃപയാൽ ഈ വിഷയത്തിലുള്ള തുടർന്നുള്ള ക്ലാസുകൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് കൗൺസിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.